ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ചട്ടിയിൽ ചീര നടുന്നതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചീരയാണിത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ന് എടുത്തിട്ട് നമുക്കൊരു ചീരക്കറി വെക്കാം. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് ചീരക്കറി. അപ്പം ഞാൻ ഈ ചീര നോക്കിയ സമയത്തെ അത്യാവശ്യം നന്നായിട്ട് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇവിടെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചീര കുളമായി പോവും. അപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് പണികളൊക്കെ ആയതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇത് എടുക്കാമെന്ന് വിചാരിച്ചു. ചുവന്ന ചീര പാകി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പച്ചച്ചീരയും കൂടെ പാകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞ സമയത്ത് അതിൻ്റെ അരികളൊക്കെ കുറച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാകി കിളിപ്പിച്ചാണ്. കണ്ടില്ലേ, കുഞ്ഞു തൈകളായിട്ടൊക്കെ കിളിർത്ത് വരുന്നുണ്ട്. അപ്പോൾ ചീര പറിച്ച് കഴിഞ്ഞിട്ട് ആ ചെടിച്ചട്ടിയിൽ തന്നെ ഇതും കൂടെ നടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചീരക്കുട്ടന്മാരെ എല്ലാം ഒന്ന് പറിച്ചെടുക്കണം. അപ്പോൾ ഇതേ കണ്ടോ, ഞാനൊരു 3 ചെടിച്ചട്ടിയിലാണ് ഈ ഒരു ചീര നട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിനകത്തും ഒരു 4 എണ്ണമൊക്കെ വെച്ചിട്ടാണ് ഞാൻ നട്ടിട്ടുള്ളത്. പക്ഷേ അത്യാവശ്യം നന്നായിട്ട് ഇത് വളർന്നു വന്നു എന്നുള്ളതാണ്. ഞാൻ ചാണകപ്പൊടി ഒന്നും ചേർക്കാതാണ് നട്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. ചാണകപ്പൊടി ഇല്ലാതെ എങ്ങനെ ചീര വളർത്താമെന്നുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ തഴച്ച് വളർന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ മതിയാവും കേട്ടോ. നിങ്ങൾ ചീരയൊക്കെ കൃഷി ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയം നല്ല പറ്റിയ സമയമാണ് ചീരയൊക്കെ നടാനായിട്ട്. എല്ലാത്തരം ചീരയും ഈ ഒരു സമയത്ത് നടും. പ്രത്യേകിച്ച് ഈ മഴ സമയത്തൊക്കെ ആണെങ്കിൽ ഈ ചുവന്ന ചീരയൊക്കെ പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ ഈ ഒരു വേനൽക്കാലം തുടങ്ങുന്ന ഈ ഒരു സമയത്തൊക്കെ ചീരയൊക്കെ നന്നായിട്ട് കൃഷി ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ കണ്ടില്ലേ, അടിപൊളി കറിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഇതുപോലെ കണ്ടില്ലേ, നമുക്ക് സ്ഥലമില്ലാത്തവർക്കാണെങ്കിൽ ഇതുപോലെ ചെറിയ ചെടിച്ചട്ടിയിലും ഒക്കെ തന്നെ നടാം. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചിലതൊക്കെ അത്യാവശ്യം അങ്ങ് ഒത്തിരി കനമില്ലാത്തതൊക്കെ ഞാനങ്ങ് പിഴുതെടുത്തു. ബാക്കിയെല്ലാം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് വീണ്ടും ഉണ്ടല്ലോ, വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ കിളിച്ച് വരുന്നതായിരിക്കും. ഞാൻ ഇതിന് പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റിൻ്റെ സ്ലറി, അതുപോലെ തന്നെ പച്ചിലകളുടെയൊക്കെ സ്ലറി അങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ളൂ. വേറെ അങ്ങനെ വലിയതായിട്ട് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. എന്നിട്ടും ഇത്രയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ചീരകൃഷി എന്ന് പറഞ്ഞാൽ വളരെ ചിലവ് കുറഞ്ഞിട്ടുള്ളൊരു കൃഷിയാണ്. അപ്പോൾ അത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കായപ്പോലും അത് ചെയ്യാൻ പറ്റുന്നതാണ്. സൺഡേയിലോ അങ്ങനെയോ ഒക്കെ ഇതൊന്ന് പാകി കിളിപ്പിച്ച് വല്ലപ്പോഴും ഇച്ചിരിയൊക്കെ സ്ലറിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് അടുക്കളയിലേക്ക് നല്ല അടിപൊളി വിഷമില്ലാത്ത ചീരയൊക്കെ ഇതുപോലെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഞാൻ ചീരയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ തന്നെ നന്നായിട്ട് വളർന്നു വരും. അപ്പോൾ ഞാൻ ചീര വൃത്തിയാക്കാനായിട്ട് ഇതിൻ്റെ ചുവട്ടിലെ തണ്ട് അങ്ങ് മുറിച്ച് കളയാണ്. അപ്പോൾ അമ്മയൊക്കെ ഇവിടെ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വേരൊക്കെ അങ്ങ് ചുരണ്ടിക്കളയും. അപ്പോൾ എന്നിട്ട് ഒത്തിരി മൂത്ത തണ്ടാണെങ്കിലുണ്ടല്ലോ, അത് നമുക്ക് അവിയലിനകത്തൊക്കെ ഇടാം. പിന്നെ അത് മാത്രമായിട്ടൊക്കെ അവിയൽ വെക്കാം. അങ്ങനെയൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ അത്യാവശ്യം എല്ലാം റെഡിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനുണ്ടല്ലോ കഴുകാനായിട്ട് എടുത്ത സമയത്താണ് കണ്ടോ ഒരു പുഴു ഇരിപ്പുണ്ട്. അപ്പോൾ ഇവനെ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇവനും കൂടി ഇന്ന് കറിക്കകത്ത് പോയേനെ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇലകളൊക്കെ ഒത്തിരി അങ്ങ് കുരുകുരാന്നരിയാതെ അത്യാവശ്യം ഒരു വലുപ്പത്തിൽ തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾ ഒക്കെ ഇട്ടിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് മുക്കി വെച്ചിട്ടാണ് കേട്ടോ കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്ത് ഈ ഒരു അരിഞ്ഞൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം ഈ ഒരു വലുപ്പത്തിൽ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി കറിക്ക് ആവശ്യമായിട്ട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പച്ചക്കാന്താരി, വെള്ളക്കാന്താരി, പിന്നെ വെളുത്തുള്ളിയുണ്ട്, വറ്റൽമുളക്, തേങ്ങ, ജീരകം, ഇത്രയും മതി നമുക്ക്. പിന്നെ ഇതിനകത്ത് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ തുവരപ്പരിപ്പാണ് കേട്ടോ. തുവരപ്പരിപ്പ് ഒരു 2 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്താണ്. നമ്മൾ സാധാരണ മുതിരയാണ് ഇതിനകത്ത് ചേർക്കാറുള്ളത്. ഇപ്പോൾ ഈ ചെട്ടുകുളങ്ങര കുംഭഭരണിയൊക്കെ കേട്ടിട്ടില്ലേ, അങ്ങനെ മുതിര നല്ല പ്രശസ്തമാണ്. അപ്പോൾ ഞാൻ അരപ്പിനായിട്ട് നമ്മൾ ഈ ഒരു തേങ്ങ, അതുപോലെ തന്നെ ജീരകം, വെളുത്തുള്ളി, കാന്താരി എല്ലാം നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടണം. ഇനി എന്നിട്ട് ഈ ഒരു തുവരയും അതുപോലെ തന്നെ ചീരയും എല്ലാം കൂടി കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്കൊരു 3-4 വിസിൽ വരുന്നതിന് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ടൊരു 3-4 വിസിൽ മതി. പരിപ്പും കൂടിയൊക്കെ വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇലകൾ മാത്രമാണെങ്കിൽ നമുക്ക് ഇത്രയും സമയമൊന്നും വേണ്ട കേട്ടോ. ഇതിപ്പോൾ പരിപ്പും കൂടി ചേർത്തുകൊണ്ടാണ്. ഇതേ ഉണ്ടോ, അപ്പോൾ നല്ല പരിപ്പൊക്കെ നല്ല വെന്ത് കലങ്ങി റെഡിയായി കിട്ടിയിട്ടുണ്ട്.
ഇപ്പോൾ ചീരയുടെ ആ ഒരു തണ്ടൊക്കെ കണ്ടില്ലേ, എല്ലാം നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കാറുള്ളതാണ്, ഇതിനകത്ത് കരി പിടിക്കത്തില്ലേ, കരിയുടെ ചൊവയൊക്കെ ഉണ്ടാവത്തില്ലേന്ന്. അപ്പോൾ അതിന് ചെയ്യുന്നതാണ് ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഇതിനകത്ത് അങ്ങനെ കരി പിടിക്കത്തില്ല, അങ്ങനെ പെട്ടെന്ന് കരിഞ്ഞൊന്നും പോകത്തില്ല ചട്ടി. അങ്ങനെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ ഈ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഞാൻ മിക്ക കറികളും മൺചട്ടിയാണ് പ്രിഫർ ചെയ്യാറായിട്ടുള്ളത്. അപ്പോൾ ദേ കടുകൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിനകത്തോട്ട് നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. കടുക് വറക്കാനായിട്ട് നമ്മളിപ്പം ചെറിയുള്ളി അരിഞ്ഞൊന്നും ചേർക്കുന്നില്ല, ഇങ്ങനെ ചെറിയുള്ളി അരിഞ്ഞാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു ചെറിയ രീതിയിലൊന്ന് മൂത്ത് കിട്ടണം, അത്രയും മതി. അങ്ങനെ വലിയ നമ്മൾ ഒത്തിരി മൊരിഞ്ഞൊന്നും കിട്ടണ്ട, ജസ്റ്റ് ആ ഒരു രീതിയിൽ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ ഉള്ളി നന്നായിട്ട് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാവേ. ഇതിപ്പോൾ ഈ ചട്ടിയുടെ ചൂടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുമേ. ഇനി അതിനകത്തോട്ട് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മൺചട്ടിയിലൊക്കെ ആകുമ്പോൾ എല്ലാം പെട്ടെന്ന് റെഡിയായി കിട്ടും, നല്ല ചൂടുള്ളതല്ലേ. ഇനി അതിനകത്തോട്ട് നമ്മുടെ കറിയെല്ലാം കൂടെ അങ്ങോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം ഇനി ഇതിനകത്ത് കണ്ടില്ലേ നല്ല കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു തേങ്ങയുടെയൊക്കെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതും കൂടി അതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ആ ഒരു എരിവും അതുപോലെ തന്നെ ആ ഒരു തേങ്ങയും ഇതെല്ലാം കൂടെ ആ ഒരു കറിക്കകത്തോട്ട് കിടന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് റെഡിയാവും, അടച്ചൊരു 2-3 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഇലയൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതാണ്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഒഴിച്ചുകറിയാണ്, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. നമ്മളിവിടെ മുതിരയാണ് ചേർക്കാറുള്ളതെന്ന് പറഞ്ഞില്ല, അപ്പോൾ മുതിര ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു തോരയൊക്കെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതേ കണ്ടോ നല്ല അടിപൊളിയായിട്ട് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് കൂടി നോക്കണം. പിന്നെ അതിനിടയ്ക്ക് മത്തി വറക്കുന്നുണ്ടായിരുന്നേ, നല്ല ചെറിയ മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല വറുത്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചീരക്കറിയുണ്ട്, പിന്നെ തലേ ദിവസത്തെ കുറച്ച് മത്തിക്കറി ഉണ്ടായിരുന്നു, പിന്നെ മത്തി വറുത്തത്, അച്ചാർ. അപ്പോൾ ഇന്ന് സാമിക്കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ അച്ചാർ കിട്ടിയതാണ്. അപ്പോൾ അങ്ങനെ അടിപൊളി ഒരു ഭക്ഷണമായിരുന്നു. അപ്പോൾ ഞാൻ ആസ്വദിച്ച് കഴിച്ചു. പിന്നെ കൃഷിയുടെയൊക്കെ വീഡിയോസ് ഇടുന്നില്ലെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അപ്ഡേറ്റ്. കുറച്ച് ഹൈബ്രിഡ് വെണ്ടയും അതുപോലെ തന്നെ സെറ വെറൈറ്റി മുളകൊക്കെ പാകി കിളിർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുന്നോട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ പിന്നെ കാണിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വീട്ടിൽ നല്ല വയലറ്റ് ഉണ്ടമുളക് ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ആദ്യം ഒരു പച്ച കളറാണ്, പിന്നെ അതൊരു വയലറ്റ് കളറായിട്ട് വരും, ലാസ്റ്റ് അതൊരു നല്ല റെഡ് കളറിലേക്ക് വരും. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നല്ല മുന്തിരിക്കൊല പോലെയൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കാണാൻ നല്ലൊരു ഭംഗിയാണ്. പിന്നെ നമുക്കിവിടെ ഒരു ബോണസായിട്ട് കിട്ടിയതാണ് ഈ ഒരു ഓമ. അപ്പോൾ അതിനിയും മാറ്റി നടണം. പിന്നെ നമ്മുടെ ഈ ഗ്രോ ബാഗിലെ കൂവ വിളവെടുക്കാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇത് പുഴുങ്ങുന്നതിൻ്റെ വീഡിയോ അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി നന്നായിട്ട് കേട്ടോ, ഇത് ഇപ്പോൾ ഈ ഒരു സമയത്ത് കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കുറേ പേരൊക്കെ ഇത് പറിച്ചെടുക്കുന്നതൊക്കെ. ഇത് ശരിക്കും ഒരു മകരമാസമൊക്കെ ആകുമ്പോഴാണ് എടുക്കേണ്ടത്. പക്ഷേ ഇപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് ഇപ്പോൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് പിന്നെ ഇവിടെ കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഇനി ഇത് എടുക്കുന്നതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ചീരത്തോട്ടവും ചീരക്കറിയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഇതുപോലെയൊക്കെയുള്ള വീഡിയോസായിട്ട് വരാം. താങ്ക്